വർഷങ്ങളായി ഡിവൈൻ ധ്യാന കേന്ദ്രത്തിന്റെ മെയിൻ സ്റ്റേജിലെ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകിയിരുന്ന മേനാച്ചേരി ബ്രദർ ജെയ്മി നിര്യാതനായി. ഇന്നലെ രാത്രി ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലെ പതിവ് ശുശ്രൂഷകൾ പൂർത്തിയാക്കി വീട്ടിലെത്തിയതിന് പിന്നാലെ നെഞ്ചുവേദന അനുഭവപ്പെട്ടതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പോട്ടാശ്രമത്തിൽ ആരംഭിച്ച ആദ്യകാല ധ്യാന ശുശ്രൂഷകൾ മുതൽ ഫാദർ ജോർജ് പനക്കൽ VC, ഫാദർ മാത്യു നായ്ക്കംപറമ്പിൽ VC എന്നിവർക്കൊപ്പമുള്ള ആത്മീയ ശുശ്രൂഷകളിൽ ബ്രദർ ജെയ്മി സജീവ സാന്നിധ്യമായിരുന്നു. 40 വർഷത്തോളമായി ഡിവൈൻ ധ്യാന കേന്ദ്രത്തിന്റെ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും അദ്ദേഹം നിറഞ്ഞു നിന്നു. വർഷങ്ങളായി ധ്യാന കേന്ദ്രത്തിന്റെ മെയിൻ സ്റ്റേജിന്റെ ഉത്തരവാദിത്തം വഹിച്ചിരുന്ന അദ്ദേഹം എല്ലാ ദിവസവും പുലർച്ചെ 5:30 ആരംഭിക്കുന്ന ധ്യാന ശുശ്രൂഷകൾ മുതൽ ദിനത്തിലെ അവസാന പരിപാടി വരെ അർപ്പണബോധത്തോടെ സേവനം ചെയ്തിരുന്നു. മരണത്തിന് തൊട്ടുമുമ്പുള്ള മണിക്കൂറുകൾ വരെയും അദ്ദേഹം ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലെ ശുശ്രൂഷകളിൽ സജീവമായിരുന്നു എന്നത് അദ്ദേഹത്തിന്റെ വേർപാടിനെ കൂടുതൽ വേദനാജനകമാക്കുകയാണ്. ധ്യാനാർത്ഥികൾക്കും വൈദികർക്കും ഒരുപോലെ സുപരിചിതനായിരുന്ന ബ്രദർ ജെയ്മി ശാന്ത സ്വഭാവം, കൃത്യനിർവഹണം, അർപ്പണ മനോഭാവം എന്നിവ കൊണ്ട് ഡിവൈൻ ധ്യാന കേന്ദ്രത്തിന്റെ അവിഭാജ്യ ഘടകമായി മാറിയ വ്യക്തിയായിരുന്നു. അനേകം വർഷങ്ങളായി ആയിരക്കണക്കിന് വിശ്വാസികൾ പങ്കെടുത്ത ധ്യാനങ്ങളുടെ വിജയത്തിന് പിന്നിലെ പ്രവർത്തകരിൽ പ്രധാനിയായിരുന്നു അദ്ദേഹം. ബ്രദർ ജെയ്മിയുടെ വിയോഗം ഡിവൈൻ ധ്യാന കേന്ദ്രത്തിനും അദ്ദേഹത്തെ അടുത്തറിയുന്ന വിശ്വാസി സമൂഹത്തിനും തീരാ നഷ്ടമാണ്. വ്യാഴാഴ്ച ഡിവൈനിലും പോട്ടാശ്രമത്തിലും പൊതുദർശനത്തിന് ശേഷമായിരിക്കും സംസ്കാര ശുശ്രൂഷ നടക്കുക. സമയം പിന്നീട് അറിയിക്കുന്നതായിരിക്കും. ഭാര്യ റാണി, റിയ, അപ്പു, റോസ്മേരി, കൃപ എന്നീ 4 മക്കൾ അടങ്ങുന്നതാണ് കുടുംബം. പാല MLA മാണി C. കാപ്പൻ ഭാര്യ സഹോദരനാണ്.